വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ഗേൾസിനും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക, അതേപോലെ വീട്ടിൽ തന്നെ ഐബ്രോസ് ഷേപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ 1-2 വർഷമായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാറ് കേട്ടോ. കാരണം ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ചിലവർക്ക് ഒരു ബേസ് ഇല്ല, ചിലവർ എക്സ്പേർട്ടാന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ചെയ്യാതെ ഐബ്രോസ് ഒക്കെ എടുക്കും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നത് നിർത്തി. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പോകാമെന്നല്ലാതെ അങ്ങനെ എപ്പോഴൊന്നും പോവില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നമ്മുടെ ഐബ്രോസ് ഒക്കെ ഷാർപ്പായി നിന്നാൽ, അല്ലെങ്കിൽ ഐബ്രോസ് ഒക്കെ കുറച്ച് വൃത്തിയിൽ നിന്നാലാണ് നമുക്ക് ഫേസിനൊരു ഒരു ഭംഗി തോന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഫേഷ്യൽ ഹെയർ ഡ്രൈസേഴ്സ് യൂസ് ചെയ്തു. അങ്ങനെ ഈ ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാറ്. ആദ്യമൊക്കെ ഫുള്ള് ഈ ഐബ്രോൻ്റെ ഇവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ ഐബ്രോ കുറച്ച് കട്ടിയിലുണ്ടാവും, അങ്ങനെയൊക്കെ ആവും കേട്ടോ. 2 ഐബ്രോയും 2 ടൈപ്പിലൊക്കെ വരാറ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐബ്രോസ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ തന്നെയാണ് ഷേപ്പ് ചെയ്യാറ്, എൻ്റെതും എൻ്റെ അമ്മേൻ്റെയും. പിന്നെ ഫാമിലിയിലൊക്കെ പോകുമ്പോൾ അവർക്ക് അത്യാവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നല്ലാതെ വേറെ ആർക്കും അങ്ങനെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാറില്ല. പിന്നെ ഇപ്പോഴായാലും ചിലപ്പോൾ തെറ്റാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഓക്കെയാണ്, പക്ഷെ ഞാൻ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് അത്ര പെർഫെക്ഷൻ ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഫേഷ്യൽ റൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ റൈസേഴ്സ് യൂസ് ചെയ്തിരുന്നു. ആദ്യം ഒരു 60 രൂപേൻ്റെ ഒരു 3 കളറുള്ള ഫേഷ്യൽ റൈസറാണ് യൂസ് ചെയ്തത്. സോ അത് വെച്ചിട്ട് ഞാൻ 2 വട്ടമൊക്കെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ കുരു വരും, അവിടെ ചോക്കും, ചിലപ്പോൾ ചൊറിയും, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാറില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് 2 വട്ടേ ആകെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ആ മൂർച്ചയൊക്കെ പോകും. അങ്ങനെ പിന്നെ ഞാൻ കടയിൽ പോയി. അപ്പോൾ 30 രൂപയ്ക്ക് ആ സാധനം. അങ്ങനെ മൂടി തുറന്നതാട്ടോ. മൂടി തുറന്നതിൽ എൻ്റെ കൈയ്യങ്ങോട്ട് കീറി ചോര വന്ന്, അത്രയും ഷാർപ്പാണത്. അതേപോലെ ഞാൻ വാങ്ങിച്ച വേറൊരു റേസറാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനമില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു സാധനം എന്താ പറയുക. അപ്പം ഈ സാധനം ഞാൻ തപ്പി നടന്നിട്ട് ഇത് വാങ്ങിച്ചപ്പോഴും എനിക്ക് 2 വട്ടം ആകെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആവും. അതും പോരാഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് എടുത്തിട്ട് ഇങ്ങനെ ക്ലോത്തിൽ ഇതാക്കുമ്പോൾ ക്ലോത്ത് വരെ കീറിയിട്ട് കൈ മുറിയാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇത് നിർത്തി. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ അൺബോക്സിങ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അതിനാണ് ഇത് യൂസ് ചെയ്യാറ്. പിന്നെ എനിക്ക് ഇഷ്ടമായ ഒരു റൈസർ ഉണ്ട്, അതാണ് ഇത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. എന്താ സാധനം? ഇത് ഞാൻ സ്മിറ്റന്ന് വാങ്ങിച്ചതാണ്. സ്മിറ്റന്ന് ഞാനിങ്ങനെ റേസേഴ്സ് തപ്പിപ്പോയപ്പോൾ ഈ റേസറിന് ഒരു ട്രയൽ പോയിൻ്റ് ആയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കാരണം ഇതിന് ഇങ്ങനൊരു സാധനമുണ്ട്, ഇവിടെ കണ്ടോ, ഇങ്ങനൊരു സാധനം. അതുകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ചങ്ങനെ വഴുതില്ല, ഇങ്ങനെ പിടിച്ചങ്ങനെ നിൽക്കും. അതേപോലെ ഇത് ഞാൻ തോന്നുന്നു ഞാൻ 2 മാസം ഈ ഒരു സാധനം യൂസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു 4-5 വട്ടം ഈ സാധനം യൂസ് ചെയ്ത്. ഇപ്പോഴും ഇത് മൂർച്ചുണ്ട്, പക്ഷേ ഇപ്പം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഐബ്രോസ് മാത്രമേ ഇതാക്കലുള്ളൂ. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ഫേഷ്യൽ ഹെയറും റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ധൈര്യം കിട്ടി, കാരണം മുറിയാവില്ല കേട്ടോ. അതാണ് ഇത്. അതിന് ഞാൻ ഇതും ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ഏത് വാങ്ങുക ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു വട്ടം യൂസ് ചെയ്തല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. ഇത് വാങ്ങിച്ച് ഞാൻ ഇതിൻ്റെ അഡിക്റ്റായി ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താ പറയുക, ഇതിൻ്റെ മൂടി ഇങ്ങനെ തുറക്കുക, നമുക്ക് പെന്നിൻ്റെ അടപ്പ് ഊരുന്നൊരു ഫീലാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഇത് ലൂസായി പോരും. ഇങ്ങനെ വെച്ചിട്ടില്ലേ, നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ലോക്കാവും, എനിക്ക് പെന്നിൻ്റെ പോലെ തോന്നി. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, മോയ്സ്ചറൈസർ കൊണ്ട് നമുക്കിങ്ങനെ വഴുതി പോലെ ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. കാരണം എന്താ പറയുക, ഇതിൻ്റെ ബ്ലേഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണത്. എനിക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് രണ്ടും ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. കുഞ്ഞ ബ്ലേഡാണ്. അതേപോലെ നമുക്ക് മുറിയാവുന്ന ഒരു പേടിയും വേണ്ട കേട്ടോ. ഞാൻ എന്നിട്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഒറ്റൊരു വട്ടം എങ്ങനെ ആക്കുമ്പോഴത്തേനും അവിടുത്തെ ഹെയർസ് ഫുള്ള് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ചെയ്യുമ്പോഴേക്കും എനിക്ക് പൊതുവെ തെറ്റാറ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് ഞാൻ ഈസിയിൽ അത് റിമൂവ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ സാധനം. നല്ല അടിപൊളി സാധനമാണ്. ഇതും
മൂന്നെണ്ണത്തിന് 156 അങ്ങനെന്താണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അൺബോക്സ് ചെയ്യുന്നത്. സോ കണ്ടവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും.